ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. രാജ്യത്തെ ജനങ്ങൾക്ക് മഹാനവമി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. തിന്മയ്ക്കുമേൽ നന്മയും അനീതിക്കുമേൽ നീതിയും അസത്യത്തിനുമേൽ സത്യവും വിജയിച്ചതിന്റെ പ്രതീകമാണ് വിജയദശമിയെന്ന് പ്രധാനമന്ത്രി. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്ക് 5.5% നിലനിർത്തി റിസർവ് ബാങ്ക്. പ്രതിരോധ മേഖലയിൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വയോജനങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. തിരുവനന്തപുരത്ത് വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയും വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. മഹാനവമി ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര, ആറ്റുകാൽ, പൂജപ്പുര സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിലും പ്രത്യേക പൂജകൾ നടന്നു. വിജയദശമി ദിനമായ നാളെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ആദ്യാക്ഷരം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുരുന്നുകൾ. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് രഥോത്സവം നടക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഭക്തരാണ് ഇത്തവണ കൊല്ലൂരിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് മഹാനവമി ആശംസകൾ നേർന്നു. നവരാത്രി എല്ലാവരുടെയും ജീവിതത്തിൽ ഭാഗ്യവും സമൃദ്ധിയും വിജയവും കൊണ്ടുവരട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. രാജ്യത്തെ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്ക് 5.5% നിലനിർത്തുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. പുതിയ പണനയം പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിച്ചതായും RBI ഗവർണർ പറഞ്ഞു. The MPC voted unanimously to keep the policy repo rate unchanged at 5.5%. Consequently, the STF rate remains at 5.25%, while the MSF rate and the bank rate remain at 5.75%. The MPC also decided to continue with the neutral stance. ഈ സാമ്പത്തിക വർഷത്തിലെ പണപ്പെരുപ്പം 2.6% പ്രതീക്ഷിക്കുന്നതായും RBI അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP അനുമാനം 6.8% പരിഷ്കരിച്ചു. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക സഹകരണ കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കഴിഞ്ഞ വർഷമാണ് കരാർ ഒപ്പുവച്ചത്. ഇന്ത്യയുടെ കയറ്റുമതി, നിക്ഷേപം എന്നിവ വർദ്ധിപ്പിക്കാൻ കരാർ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രതിരോധ അക്കൌണ്ട്സ് വകുപ്പിന്റെ വാർഷിക ദിനാഘോഷത്തിൽ പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളും സൈനിക ശക്തിയും പ്രതിരോധ അക്കൌണ്ട്സ് വകുപ്പ് മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരവിരുദ്ധ കാര്യങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ചർച്ച നടത്തി. താഷ്കന്റിൽ നടന്ന ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതിയുടെ 9ാമത് ഭീകരവാദ വിരുദ്ധ യോഗത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഭീഷണികൾ വിശകലനം ചെയ്തു. യോഗത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഉസ്ബെക്കിസ്ഥാൻ അപലപിച്ചു. ഈ വർഷത്തെ ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് നടന്നു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പരിപാടിയിൽ സന്നദ്ധ രക്തദാതാക്കളെ ആദരിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി മുഖ്യാതിഥിയായി. രക്തദാനം സംബന്ധിച്ച് ബോധവൽക്കരണം ആവശ്യമാണെന്നും എല്ലാവരും രക്തദാനത്തിനും അവയവദാനത്തിനും സന്നദ്ധരാകണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനമായ നാളെ തിരുവനന്തപുരത്ത് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 സംഘടിപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാർ സ്ക്വയറിൽ നിന്ന് രാവിലെ 6:30 ആരംഭിക്കുന്ന ഫ്രീഡം റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. പ്രാദേശികവും ആഗോളവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വയോജനങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ക്ഷേമം, നമ്മുടെ അവകാശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ മാനവീയം വീഥിയിൽ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയും നായനാർ പാർക്കിൽ വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. RSS ശതാബ്ദി സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. RSSന്റെ പ്രവർത്തനം രാഷ്ട്രനിർമ്മാണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നാളെ രാജ്യമെമ്പാടും വിജയദശമി ആഘോഷിക്കുകയാണ്. തിന്മയ്ക്കുമേൽ നന്മയും അനീതിക്കുമേൽ നീതിയും അസത്യത്തിനുമേൽ സത്യവും വിജയിച്ചതിന്റെ പ്രതീകമാണ് ഈ ഉത്സവമെന്ന് ശ്രീ മോദി പറഞ്ഞു. ശതാബ്ദിയോടനുബന്ധിച്ച് RSSന്റെ ഭാവി പ്രവർത്തനങ്ങളും പരിപാടികളും മുതിർന്ന പ്രചാരകൻ S. സേതുമാധവൻ ആകാശവാണി വാർത്തകളോട് പങ്കുവച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി വർഷം ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്കല്ല സംഘം നടത്തുന്നത്. ഉണർവുള്ളതും ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനോഭാവമുള്ള ജനസമൂഹത്തെ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഘോഷ പരിപാടി മുതൽ പകരം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന്റെ ഇടയിലെ ജാതി വ്യത്യാസങ്ങൾക്ക് ഉപരിയായിട്ട് സമരസത എന്നുള്ള കാര്യത്തിലൊന്ന് ചില പരിപാടികൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ ആഗോള രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇന്ന് ഇന്ത്യയുടെ ആഗോള ഇടപെടൽ അഭൂതപൂർവമായ തലങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ആഫ്രിക്കൻ യൂണിയനെ G20യിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമം, COVID-19 മഹാമാരിയുടെ സമയത്ത് ഇന്ത്യയുടെ വാക്സിൻ മൈത്രി ശ്രമങ്ങൾ എന്നിവ ഇതിന് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत के अलग अलग राज्यों में हुई G20 की 200 से अधिक बैठकों में हमने ग्लोबल साउथ की प्राथमिकताओं को प्रमुखता दी. इसका नतीजा रहा कि न्यू दिल्ली लीडर्स डिक्लेरेशन में ग्लोबल साउथ के विषयों पर हमें सबकी सहमति हासिल करने में कामयाबी मिली. ബ്രിക്സ്, ക്വാഡ്, SCO തുടങ്ങിയ കൂട്ടായ്മകളിലെ ഇന്ത്യയുടെ ഇടപെടൽ സന്തുലിത പ്രവർത്തന രീതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. ഇൻഡോർ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3 മണിക്കാണ് മത്സരം. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമാണെന്ന് കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായുള്ള സ്റ്റേഷനറി ഇനങ്ങളുടെ GST നിരക്കുകൾ കുറച്ചത് വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും വളരെ സഹായകരമായി. നോട്ട്ബുക്കുകൾ, ഗ്രാഫ് ബുക്കുകൾ, പെൻസിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ 12% സ്ലാബിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പൊന്നേരിക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന കമാനം തകർന്ന് 9 തൊഴിലാളികൾ മരിച്ചു. അസമിൽ നിന്നുള്ള തൊഴിലാളികളാണ് മരിച്ചത്. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപയും നൽകും. ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾ മരിച്ചു. തമിഴ്നാട് കമ്പം സ്വദേശി ജയറാം, ഗൂഡല്ലൂർ സ്വദേശി സെൽവം എന്നിവരും സുഹൃത്തുമാണ് മരിച്ചത്. NCC ഡയറക്ടർ ജനറലായി ലഫ്റ്റനന്റ് ജനറൽ വീരേന്ദ്ര വാട്സ് ചുമതലയേറ്റു. 1988 കരസേനയുടെ 19 കുമയൂൺ റെജിമെന്റിൽ കമ്മീഷൻഡ് ഓഫീസറായി സേനയുടെ ഭാഗമായ അദ്ദേഹം വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ കമാൻഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. വടക്ക് കിഴക്കൻ ഇന്ത്യ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, തെലങ്കാന, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഞായറാഴ്ച വരെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും മത്സ്യബന്ധനം വിലക്കി. ഉത്സവ സീസണ് മുന്നോടിയായി ജമ്മുവിൽ നിന്നും നിർത്തിവച്ചിരുന്ന 16 ദീർഘദൂര ട്രെയിൻ സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. രാജ്യത്തെ ജനങ്ങൾക്ക് മഹാനവമി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. തിന്മയ്ക്കുമേൽ നന്മയും അനീതിക്കുമേൽ നീതിയും അസത്യത്തിനുമേൽ സത്യവും വിജയിച്ചതിന്റെ പ്രതീകമാണ് വിജയദശമിയെന്ന് പ്രധാനമന്ത്രി. തുടർച്ചയായ 2ാം തവണയും റിപ്പോ നിരക്ക് 5.5% നിലനിർത്തി റിസർവ് ബാങ്ക്. പ്രതിരോധ മേഖലയിൽ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വയോജനങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. തിരുവനന്തപുരത്ത് വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയും വയോജന സഹായ കേന്ദ്രവും ആരംഭിക്കും. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.